ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്ത് നോക്കാൻ പോകുന്നത് നമ്മൾ വിൻഡോസ് 2.0 നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കാൻ പോവുകയാണ് ഗായ്സ്. സോ ഇതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അവിടെ നിന്ന് നോക്കിയിട്ട് എന്താ വെച്ചാൽ ചെയ്യേണ്ടത് വെച്ചാൽ അത് ചെയ്ത് നോക്കുക. ഓക്കെ, എക്സ്പെരിമെൻ്റൽ വീഡിയോ ആണ്. 1.0 നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരെന്തായാലും അത് പോയി കാണാം. അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഓക്കെ, അപ്പോൾ നമ്മളെ വെർച്വൽ ബോക്സ് ഓപ്പൺ ചെയ്യുകയാണ് ഗായ്സ്. ഓക്കെ, ഇത് 1.0 ആണ്. അന്ന് ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ അത് പോയി കാണാം. ഓക്കെ, അതും ഇതും തമ്മിൽ എന്തെങ്കിലും സാദൃശ്യം ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ പറയുക. ഓക്കെ, നമുക്ക് നമ്മളെ വിൻഡോസ് 2.0 എന്ന് പേര് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഇപ്പോൾ തൽക്കാലം ഏതെങ്കിലും ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഞാൻ ഈ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാണ്. ISO നമ്മളിപ്പോൾ സെലക്ട് ചെയ്യേണ്ട. നമ്മൾ 3.1 അതൊക്കെ മതി, അതൊക്കെ തന്നെ ധാരാളം. ഓക്കെ, ഇനി ഇതിൻ്റെ സെറ്റിങ്സ് പോവുക, സ്റ്റോറേജ് പോവുക, ആ ആ വിൻഡോസ് VDA 2.0 ആ സംഭവത്തിൽ സെലക്ട് ചെയ്തിട്ട് നിങ്ങളിതാ ഇങ്ങനെ നിങ്ങളുടെ മറ്റേ ഫയലില്ലേ അതങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ കൊടുക്കാം, സ്റ്റാർട്ട് കൊടുക്കാം. ഓക്കെ, സ്റ്റാർട്ടായി വരുന്നുണ്ട്. ഓക്കെ, ഒരു ബ്ലാക്ക് സ്ക്രീൻ എനിക്ക് പോപ്പപ്പായി വന്നിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംഭവിക്കുമോ ഇല്ലേ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ഓക്കെ ഗൈസ്, ഇത് കഴിഞ്ഞ സാധനം തന്നെ, വലിയ വ്യത്യാസമൊന്നുമില്ല. എന്തോ കളറിന് അങ്ങനെ ഇങ്ങനെയൊക്കെ വ്യത്യാസമുണ്ട്. നമുക്ക് എന്ത് വ്യത്യാസമുണ്ടോ നോക്കാം. ഞാൻ സ്കെയിൽ ചെയ്യട്ടെ. ഓക്കെ, ഇങ്ങനെ നമ്മൾ സ്കെയിൽ ചെയ്യാം. ഓക്കെ, എന്തൊക്കെയൊക്കെയോ അല്ലറ ചില്ലറ വ്യത്യാസം നമുക്ക് ഇതിൽ നോക്കുമ്പം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് ഓരോരോ ആപ്ലിക്കേഷൻസ് എന്തായാലും തുറന്ന് നോക്കാം. നല്ല കാറ്റ് കേട്ടോ, ജനലൊക്കെ പടയാൻ പറഞ്ഞ അടയുന്നത്. ഓക്കെ, ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. ആ എജ്ജാതി ആനിമേഷൻ. ഓക്കെ ഗൈസ്, കാൽക്കുലേറ്ററിനെ കണ്ടിട്ട് വലിയ വ്യത്യാസമൊന്നും ഫീൽ ചെയ്യുന്നില്ല. ഇതെന്തോന്നാ? ഓക്കെ ഗൈസ്, ഇത് മാക്കിൻ്റെ മാതിരി കേട്ടാ. ക്ലോസ് ചെയ്യണമെങ്കിൽ സാധാ പോലെ പറ്റില്ല. ഇത് ടാസ്ക് ബാർ ചെന്നെടുക്കുന്നത്. ടാസ്ക് ബാർ നമ്മൾ കഴിഞ്ഞ വോയിസിൽ നമ്മൾ ടാസ്ക് ബാർ ഉണ്ടോ? ഞാൻ കണ്ടിട്ടില്ലല്ലോ, നീ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ. ഇങ്ങനെയാണ് ക്ലോസ് ചെയ്യുക. അപ്പം കലണ്ടർ നോക്കാം. സത്യം പറഞ്ഞാൽ ഈ കലണ്ടർ എനിക്ക് വലുതായിട്ടൊന്നും മനസ്സിലായിട്ടില്ല. അപ്പോൾ അത് പോട്ടെ. ഇനി നമുക്കെന്താ ഉള്ളത്? ക്ലിപ്പ് ബോർഡ്. ഐ തിങ്ക് കോപ്പിയൊക്കെ ചെയ്യാനുള്ള സംഭവം അന്നായിരിക്കും വിൻഡോസ് ഇറക്കിയത് തോന്നുന്നു. ക്ലോക്കുണ്ട്. ക്ലോക്കിന് വലിയ വ്യത്യാസമൊന്നുമില്ല, അതേ ക്ലോക്ക് തന്നെ, സെയിം ക്ലോക്ക് ഗൈസ്. ഓക്കെ, ആൾറെഡി റണ്ണിങ് ക്ലിപ്പ് ബോർഡ് എന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇതെന്താ നമ്മളെ കൺട്രോൾ പാനലിൻ്റെ വേറെ വെർഷനായിരിക്കും. ഓക്കെ, എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗൈസ്. നിങ്ങൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെ ഇനി MS എന്താ സംഭവം? അതേപോലത്തെ വേറൊരു ഫയൽ വീണ്ടും ക്രിയേറ്റ്, അതാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, എനിവേ ഇതിൻ്റെ അകത്ത് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്ത് നോക്കാം. എന്താ കൺട്രോൾ? നമ്മൾ ഓൾറെഡി ഓപ്പൺ ചെയ്താണ്. എനിക്കൊരു പ്രാവശ്യം ഓപ്പൺ ചെയ്ത സാധനം പിന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, ഇത് മിനിമൈസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട് ഐ തിങ്ക്. നോട്ട് പാഡ് സെലക്ട് ചെയ്യാം. നമ്മൾ നോട്ട് പാഡ് ഉണ്ട് ഗൈസ്, അത് അന്നേ ഉള്ള സംഭവമാണ്. അതെന്തായാലും എനിക്ക് മനസ്സിലായി. നമുക്കിനി പൈതൺ ടൈപ്പ് ചെയ്ത് നോക്കാം. അല്ല, നമ്മൾ നോട്ട് പാഡിൽ പൈതൺ ടൈപ്പ് ചെയ്യുക. പൈതൺ ടൈപ്പ് ചെയ്യുന്ന നമ്മൾ കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഇൻസ്റ്റാളൊക്കെ ചെയ്യണ്ടേ. അപ്പം പ്രീ ബിൽഡ് ആയിട്ട് നമ്മുടെ വിൻഡോസ് നമുക്ക് HTML ടൈപ്പ് ചെയ്യാം. ഞാൻ എന്തായാലും ഒരു ചെറിയൊരു HTML കോഡ് ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, നമുക്ക് വിൻഡോസ് 2.0 HTML ഉണ്ടോ ഇല്ലയെന്ന് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാൻ പോകണം ഗൈസ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഹലോ ഗൈസ് എന്ന് പ്രിൻ്റ് ചെയ്യാനുള്ള സംഭവം ഇത് ശരിയാണെന്ന് എനിക്കറിയില്ല. ഓക്കെ, ഞാൻ ഇതിൽ വലിയ എക്സ്പെർട്ടൊന്നുമല്ല, അറിയുന്ന സാധനമാണ് ഞാൻ എഴുതിയത്. ഇത് തെറ്റാണ് എനിക്കറിയില്ല. ഞാൻ സേവ് ചെയ്ത് കൊടുക്കുകയാണ്. HTML. ഓക്കെ, പറ്റത്തില്ല. ഓക്കെ, ഇനി പെയിൻറ്റ് ഞാൻ എന്തായാലും ചെറിയൊരു മാസ്റ്റർ പീസ് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും സംഭവം എനിക്ക് മനസ്സിലായി. 8 കല്ലിൻ്റെ വല കാണിക്കുന്നുണ്ട്. ഓക്കെ, എനിക്ക് സംഭവം ഒന്നും ഓടിയിട്ടില്ല. എന്തായാലും ഞാൻ എന്തൊക്കെയൊക്കെയോ കണ്ട സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഒരു സൂപ്പർ മാസ്റ്റർ പീസ് റെഡി ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി എനിക്കിവിടെ അധികമൊന്നും മനസ്സിലായിട്ടില്ല, ഒന്നും ചെയ്യാനും അറിയില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇത് ക്ലോസ് ചെയ്യലാണ്. ഇത് ഷട്ട് ഡൗൺ ചെയ്യാനാണ് ടാസ്ക്. എന്തോന്നേ, ഐ തിങ്ക് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത സാധനം ആണ് തോന്നുന്നു. ഓക്കെ, ഇതൊക്കെ ക്ലോസ് അടിച്ച് അത് വിൻഡോസ് എക്സിറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഉള്ളത്. അപ്പോൾ ഇതേപോലത്തെ ഇനിയും പുതിയ ഇൻഫോർമേറ്റീവ് ആൻഡ് എക്സ്പെരിമെൻ്റൽ വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരും. അതുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. ഓക്കെ, ശരി, ടാറ്റ.